നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരാൾ വളരെ അസ്വസ്ഥനാകുമ്പോഴോ വല്ലാതെ ക്ഷീണിക്കുമ്പോഴോ വല്ലാത്ത ശൂന്യത അനുഭവപ്പെടുമ്പോഴോ അയാൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? യാതൊരു പ്ലാനിങ്ങുമില്ലാതെ, ഒന്നും ചിന്തിക്കാതെ അയാൾ കുറച്ച് വെള്ളം കുടിക്കുന്നു. ശരീരം മാത്രമല്ല, ആത്മാവ് കൂടി ദാഹിക്കുന്നതുപോലെ. പലപ്പോഴും നമ്മൾ അവഗണിച്ചു കളയുന്ന ആ ചെറിയ പ്രവൃത്തിയിൽ വലിയൊരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു വാക്ക്, ഒരു കവിൾ വെള്ളം നിങ്ങളുടെ ഉള്ളിലെ ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന ആ നിമിഷത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. പരമഹംസ യോഗാനന്ദനെക്കുറിച്ച് ഒരു കാര്യം പറയാറുണ്ട്. സാധാരണ കാര്യങ്ങളിൽ അസാധാരണമായ സത്യങ്ങൾ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഒരാളോട് പറഞ്ഞു, മനുഷ്യൻ പ്രാർത്ഥനയെ വളരെ സങ്കീർണമാക്കി മാറ്റുന്നു, എന്നാൽ ഈശ്വരൻ അതിനെ വളരെ ലളിതമായി കാണാനാണ് ആഗ്രഹിക്കുന്നത്. കേൾക്കുമ്പോൾ ഇതൊരു സാധാരണ കാര്യമായി തോന്നാം, എന്നാൽ ഇത് നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നോക്കൂ. ഓരോ ആഗ്രഹത്തെയും, ഓരോ സ്വപ്നത്തെയും, ഓരോ ഭയത്തെയും നമ്മൾ എത്രത്തോളം ഭാരമുള്ളതാക്കി മാറ്റുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആ ഭാരത്തിന് താഴെ നമ്മുടെ ഉള്ളിലെ സമാധാനം ശ്വാസം മുട്ടി മരിക്കുകയാണ്. ഇനിയൊന്ന് ചിന്തിച്ചു നോക്കൂ, ലോകത്തിലെ ഏറ്റവും സാധാരണമായ ഒന്നാണ് വെള്ളം. ഒരു മനുഷ്യൻ ദിവസത്തിൽ എത്രയോ തവണ വെള്ളം കുടിക്കുന്നു. ഇതിനായി ആരും മന്ത്രങ്ങൾ ജപിക്കാറില്ല, പ്രത്യേക ആസനങ്ങൾ ചെയ്യാറില്ല. എങ്കിലും വെള്ളം കുടിക്കുന്ന ആ നിമിഷത്തിൽ ശരീരം അല്പനേരത്തേക്ക് ഒന്ന് നിശ്ചലമാകുന്നു. ശ്വാസം നിലയ്ക്കുന്നു, ശ്രദ്ധ ആ നിമിഷത്തിലേക്ക് വരുന്നു. ആ നിമിഷം വളരെ വിലപ്പെട്ടതാണ്. ഇന്നത്തെ ജീവിതം തുടർച്ചയായ ഒരു ഓട്ടമാണ്. നോട്ടിഫിക്കേഷനുകൾ, ലക്ഷ്യങ്ങൾ, താരതമ്യങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ എല്ലാം കൂടി ഒന്നിച്ച്. ഇത്തരം സാഹചര്യങ്ങളിൽ മനസ്സ് ഒരിക്കലും വർത്തമാനത്തിൽ നിൽക്കുന്നില്ല. എന്നാൽ നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ചില നിമിഷങ്ങളിലേക്ക് നിങ്ങൾ ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് വരുന്നു. അവിടെ നിന്നാണ് മാറ്റങ്ങൾ തുടങ്ങുന്നത്. യോഗാനന്ദന്റെ പഠനങ്ങളിൽ ആവർത്തിച്ചു വരുന്ന ഒരു കാര്യമുണ്ട്. ഈശ്വരനിലേക്കുള്ള വഴി വളരെ അടുത്താണ്, എന്നാൽ മനസ്സ് ഒരുപാട് ദൂരെ അലഞ്ഞുതിരിയുകയാണ്. ഇനിയൊന്ന് ചിന്തിച്ചു നോക്കൂ, വെള്ളം കുടിക്കുന്നതിനു മുൻപ് ഒരു വാക്ക് പറയുക, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടത് ചോദിക്കുക എന്നാരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ചോദ്യം ഇതായിരിക്കും: ഏത് വാക്ക്? രണ്ടാമത്തെ ചോദ്യം: ഇത്ര എളുപ്പമാണോ അത്? അവിടെയാണ് മനസ്സ് കുടുങ്ങുന്നത്. കാരണം ലാളിത്യത്തെ വിശ്വസിക്കാൻ നാം മറന്നുപോയിരിക്കുന്നു. എളുപ്പമുള്ള കാര്യങ്ങൾക്ക് ആഴമുണ്ടാകില്ലെന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ പ്രകൃതി ഒരിക്കലും സങ്കീർണമല്ല. സങ്കീർണതകൾ സൃഷ്ടിക്കുന്നത് മനുഷ്യന്റെ മനസ്സാണ്. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സൂര്യൻ എല്ലാ ദിവസവും ഉദിക്കുന്നു. ഒരു പ്രയത്നവുമില്ലാതെ ശ്വാസം നിലനിൽക്കുന്നു. ഒരു കൽപ്പനയുമില്ലാതെ ഹൃദയം മിടിക്കുന്നു. പിന്നെ പ്രാർത്ഥന മാത്രം എന്തിനാണിത്ര കഠിനമാകുന്നത്? ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അത്ഭുതങ്ങൾ വിൽക്കാൻ വന്നതല്ല. ഞാൻ ഒരു അനുഭവത്തിലേക്ക് വിരൽ ചൂണ്ടുക മാത്രമാണ്. അടുത്ത തവണ നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ ഒന്ന് നിൽക്കുക. ഗ്ലാസ് എടുക്കുന്നതിനു മുമ്പ് മനസ്സിലൊരു വാക്ക് പറയുക. വലിയ വാക്കുകളൊന്നും വേണ്ട, സംസ്കൃത മന്ത്രങ്ങളും വേണ്ട. വെറുമൊരു വികാരം മാത്രം: നന്ദി, സമാധാനം, അല്ലെങ്കിൽ വിശ്വാസം എന്നിങ്ങനെ. വാക്കിനല്ല, അതിനു പിന്നിലെ വികാരത്തിനാണ് പ്രാധാന്യം. എന്നിട്ട് വെള്ളം കുടിക്കുമ്പോൾ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. തൊണ്ട, നെഞ്ച്, വയറ് എല്ലായിടത്തും ഒരു തണുപ്പ് പടരുന്നു. ഇത് വെറുമൊരു ഭൗതികശാസ്ത്രം മാത്രമല്ല, ഇത് നാഡീശാസ്ത്രവുമാണ്. അതിനുമപ്പുറം ഇതൊരു ബോധമാണ്. വെള്ളം നിങ്ങളുടെ വികാരങ്ങളെ ഉൾക്കൊള്ളുന്നുവെന്ന് ഇന്നത്തെ ശാസ്ത്രം പോലും അംഗീകരിക്കുന്നു. ഇനി ഇത് ആരെങ്കിലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദേഷ്യത്തിൽ കുടിക്കുന്ന വെള്ളവും സമാധാനത്തോടെ കുടിക്കുന്ന വെള്ളവും ശരീരത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ വ്യത്യസ്തമാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം മാറ്റമുണ്ടാക്കുന്നത് വെള്ളമല്ല, നിങ്ങളുടെ ഉള്ളിലെ അവസ്ഥയാണ്. യോഗാനന്ദൻ എപ്പോഴും പറയുമായിരുന്നു, മനസ്സാണ് അമ്പലം. മനസ്സ് അശാന്തമാണെങ്കിൽ എത്ര വലിയ അമ്പലവും ശൂന്യമായി തോന്നും. എന്നാൽ മനസ്സ് ശാന്തമാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും പ്രസാദമായി മാറും. ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളിലേക്ക് ഒന്ന് നോക്കൂ. പണം, ബഹുമാനം, സ്നേഹം, സുരക്ഷ എല്ലാം പുറത്താണ് നമ്മൾ അന്വേഷിക്കുന്നത്. എന്നാൽ ഉള്ളിലെ കുറവുകൾ നാം കേൾക്കാതെ പോകുന്നു. ആ കുറവുകളാണ് വീണ്ടും പുതിയ ആഗ്രഹങ്ങൾക്ക് ജന്മം നൽകുന്നത്. 50 കോടി ചോദിച്ചാലും കിട്ടും എന്ന് ആരെങ്കിലും പറയുമ്പോൾ അതിനെ അക്ഷരാർത്ഥത്തിലെടുക്കരുത്. അതൊരു സൂചനയായി കാണുക. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ മാനസികാവസ്ഥ പ്രധാനമാണ് എന്നതിന്റെ സൂചന. ചോദിക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാൽ ചോദിക്കുന്ന മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ, ഭയം നിറഞ്ഞതാണെങ്കിൽ ആ ആവശ്യവും അതേ ഊർജ്ജമുള്ളതായിരിക്കും. വെള്ളം കുടിക്കുമ്പോൾ പറയുന്ന വാക്കിന്റെ രഹസ്യം ഇതാണ്: എന്തെങ്കിലും ചോദിക്കുന്നതിനു മുൻപ് അത് നിങ്ങളെ ശാന്തമാക്കുന്നു. ഭയമില്ലാത്ത, താരതമ്യങ്ങളില്ലാത്ത, നിങ്ങളും നിങ്ങളുടെ അസ്തിത്വവും മാത്രമുള്ള ആ ഇടത്തേക്ക് ചില സെക്കൻഡുകളിലേക്ക് അത് നിങ്ങളെ കൊണ്ടുവരുന്നു. ആ അവസ്ഥയിൽ ചോദിക്കുന്നത് വെറുമൊരു വാക്കല്ല, അതൊരു ദിശയായി മാറുന്നു. മനസ്സ് ശാന്തമാകുമ്പോൾ പ്രപഞ്ചത്തോട് കൽപ്പിക്കേണ്ട ആവശ്യമില്ല, അത് സ്വയം നമ്മോട് സഹകരിക്കാൻ തുടങ്ങും എന്ന് യോഗാനന്ദൻ തന്റെ സ്വകാര്യ ഡയറിയിൽ എവിടെയോ എഴുതിയത് ഇതുകൊണ്ടായിരിക്കാം. ഇത് നിങ്ങൾക്ക് ഒരു പുസ്തകത്തിലും കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ അനുഭവം തീർച്ചയായും ഉണ്ടാകും. ഇപ്പോൾ ചോദ്യം വെള്ളത്തിൽ എന്തെങ്കിലും മാന്ത്രികതയുണ്ടോ എന്നതല്ല, ആ ചെറിയ നിമിഷത്തെ പൂർണ്ണമായും ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. അതോ ധൃതിയിൽ ജീവിതം ജീവിച്ചു തീർക്കുന്നതുപോലെ ഒന്നും അനുഭവിക്കാതെയാണോ നിങ്ങൾ ആ വെള്ളം കുടിക്കുന്നത്? കാര്യങ്ങൾ കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നത് ഇവിടെ നിന്നാണ്.
ഒരു കവിൾ വെള്ളം പൂർണ്ണമായും അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ. അവ ശരിക്കും നിങ്ങളുടേതാണോ അതോ സമൂഹത്തിൽ നിന്ന് കടമെടുത്തതാണോ? ഇന്ന് നിങ്ങളോട് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. അടുത്ത തവണ വെള്ളം കുടിക്കുമ്പോൾ വെറുതെ വെള്ളം കുടിക്കരുത്. ആ നിമിഷത്തെ കുടിക്കുക, ആ മൗനത്തെ കുടിക്കുക, ആ ശാന്തതയെ കുടിക്കുക. കാരണം ആ ശാന്തതയ്ക്ക് ഭാവിയിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറ്റാൻ കഴിയും. ദിശ മാറുമ്പോൾ ആവശ്യങ്ങളും താനെ മാറും. ഇവിടെ നിന്നാണ് അവഗണിക്കാൻ കഴിയാത്ത ഒരു ചോദ്യം ജനിക്കുന്നത്. ഒരു കവിൾ വെള്ളത്തിന് നിങ്ങളെ ഇത്രത്തോളം ബോധവാനാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ബാക്കി ജീവിതം ഏതവസ്ഥയിലാണ് മുന്നോട്ടു പോകുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ സത്യസന്ധമായി ഈ ചോദ്യത്തിനൊപ്പമിരുന്നാൽ ജീവിതം പലപ്പോഴും യാന്ത്രികമായാണ് സഞ്ചരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. രാവിലെ എഴുന്നേൽക്കുക, ജോലി ചെയ്യുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക. ഇതിനിടയിൽ അവസാനിക്കാത്ത ആഗ്രഹങ്ങളുടെ ഒരു വലിയ പട്ടികയും. എന്നാൽ സത്യമെന്തെന്നാൽ അതിൽ മിക്ക ആഗ്രഹങ്ങളും നമ്മുടേതല്ല. അവ ക്ഷീണിച്ച ആത്മാവിന്റെ ശബ്ദങ്ങളാണ്. ഈ ബഹളങ്ങൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സൂക്ഷ്മമായ ശക്തിയെ കേൾക്കാൻ നമ്മെ അനുവദിക്കുന്നില്ല. പരമഹംസ യോഗാനന്ദന്റെ സാധനയിൽ ഒരു മൗന സിദ്ധാന്തം ഒളിഞ്ഞിരിപ്പുണ്ട്. ആരാണോ ഏറ്റവും ശാന്തമായിരിക്കുന്നത് അവരാണ് ഏറ്റവും ശക്തർ. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത് വിരോധാഭാസമായി തോന്നാം. കാരണം ലോകം ബഹളങ്ങളെയാണ് ശക്തിയായി കാണുന്നത്. വലിയ വാക്കുകൾ, വലിയ ലക്ഷ്യങ്ങൾ, വലിയ പ്രഖ്യാപനങ്ങൾ. എന്നാൽ ഉള്ളിലെ ലോകം നേരെ തിരിച്ചാണ്. അവിടെ ശക്തി എപ്പോഴും ലാളിത്യത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് പറയുന്ന ആ ഒറ്റ വാക്കിലേക്ക് തിരികെ വരിക. ആ വാക്ക് ഒരു മാന്ത്രിക തകിടല്ല, അതൊരു മാറ്റമാണ്. പുറത്തുനിന്ന് നിങ്ങളെ ഉള്ളിലേക്ക് തിരിക്കുന്ന ഒരു മാറ്റം. അത് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്രത്തോളം അസ്ഥിരമായിരുന്നുവെന്ന് നിങ്ങൾ ആദ്യമായി തിരിച്ചറിയുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് വല്ലാതെ ദാഹിക്കുമ്പോൾ വെള്ളത്തിന്റെ രുചി നിങ്ങൾ ശ്രദ്ധിക്കാറില്ല. നിങ്ങൾ വെറുതെ കുടിക്കുന്നു. എന്നാൽ ദാഹം കുറയുമ്പോൾ അതിലെ തണുപ്പും മധുരവും ഓരോ കവിളും നിങ്ങൾ അനുഭവിക്കുന്നു. ഇതാണ് ആവശ്യവും അത്യാഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം. ആവശ്യം ശാന്തമാണ്, അത്യാഗ്രഹം അസ്വസ്ഥവും. ഇന്നത്തെ മനുഷ്യൻ മിക്ക സമയത്തും അത്യാഗ്രഹത്തിന്റെ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ആ അവസ്ഥയിൽ നിന്ന് എന്തു ചോദിച്ചാലും അതെത്ര വലുതാണെങ്കിലും അതൊരിക്കലും തൃപ്തി നൽകില്ല. അതുകൊണ്ടാണ് എല്ലാം നേടിയിട്ടും ഉള്ളിൽ ശൂന്യതയാണെന്ന് ആളുകൾ പറയുന്നത്. യോഗാനന്ദനെക്കുറിച്ച് ഒരു കാര്യം പറയാറുണ്ട്. അദ്ദേഹം ഒരിക്കലും ആർക്കും നേരിട്ട് ഉപദേശങ്ങൾ നൽകിയിരുന്നില്ല. ഒരനുഭവത്തിലേക്ക് വിരൽ ചൂണ്ടുക മാത്രമാണ് അദ്ദേഹം ചെയ്തിരുന്നത്. കാരണം അനുഭവം മാത്രമാണ് യഥാർത്ഥ ഗുരു. ആരെങ്കിലും കൽപ്പിക്കുകയല്ല, മറിച്ച് വളരെ വേണ്ടപ്പെട്ട ഒരാൾ പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതുപോലെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തോന്നുന്നത് അതുകൊണ്ടാണ്. യാതൊരു പ്രയാസവുമില്ലാതെ നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു വാക്ക് ഉയർന്നുവരുന്ന ആ നിമിഷത്തെക്കുറിച്ചൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ആ വാക്കിനൊപ്പം മറ്റാവശ്യങ്ങളൊന്നും ഉണ്ടാകില്ല. അതൊരവസ്ഥ മാത്രമാണ്. ആ അവസ്ഥയിൽ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം ഒരു ഭാരമാകില്ല, അതൊരു ദിശയായി മാറും. ഇവിടെയാണ് ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാകുന്നത്. അപ്പോൾ ചോദിക്കുന്നത് തെറ്റാണോ എന്നവർ ചിന്തിക്കുന്നു. അല്ല, ചോദിക്കുന്നത് തെറ്റല്ല. എന്നാൽ ചോദിക്കുന്നതിനു മുമ്പ് ഒന്ന് നിൽക്കേണ്ടത് ആവശ്യമാണ്. കാരണം നിൽക്കാതെ ചോദിക്കുന്നത് ആ അസ്വസ്ഥതയെ കൂടുതൽ വർദ്ധിപ്പിക്കും. എപ്പോഴും പരാതി പറയുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവർക്ക് എത്ര കൊടുത്താലും അവർക്ക് തൃപ്തി വരില്ല. എന്നാൽ ചിലർ വളരെ കുറഞ്ഞ കാര്യങ്ങളിൽ പോലും ശാന്തരായിരിക്കും. വ്യത്യാസം സാഹചര്യങ്ങളിലല്ല, വ്യത്യാസം മനസ്സിന്റെ വേഗതയിലാണ്. വെള്ളം കുടിക്കുമ്പോൾ ഒരു വാക്കു പറയുമ്പോൾ നിങ്ങളറിയാതെ തന്നെ മനസ്സിന്റെ വേഗത കുറയുന്നു. വേഗത കുറഞ്ഞ മനസ്സിന് കാര്യങ്ങൾ വളരെ വ്യക്തമായി കാണാൻ കഴിയും. ഇപ്പോൾ എന്താണ് ആവശ്യമെന്നും എന്താണ് വെറുമൊരു ശീലം മാത്രമെന്നും അതിന് തിരിച്ചറിയാൻ കഴിയും. ഇന്ന് നിങ്ങൾ സത്യസന്ധമായി നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയാൽ നിങ്ങളുടെ പാതി പ്രശ്നങ്ങളും നിങ്ങൾ വളരെ വേഗം തീരുമാനങ്ങൾ എടുക്കുന്നതുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. വളരെ വേഗം ആഗ്രഹിക്കുന്നു, വളരെ വേഗം തോൽവി സമ്മതിക്കുന്നു. യോഗാനന്ദൻ പറയുമായിരുന്നു, ആത്മാവ് ഒരിക്കലും ധൃതി കാണിക്കില്ല. ധൃതി എപ്പോഴും മനസ്സിലാണ്. ആത്മാവിന്റെ വേഗതയിൽ നടക്കാൻ പഠിക്കുന്നവനെ ജീവിതം ഒരിക്കലും പിന്നോട്ട് വലിക്കില്ല, അതെപ്പോഴും വഴി കാണിച്ചു തരും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു ചെറിയ ഇടവേള, ഒരു കവിൾ വെള്ളം, സ്വാഭാവികമായ ഒരു വാക്ക് എന്നിവയ്ക്ക് നിങ്ങളെ ആ ആത്മീയ വേഗതയുമായി ബന്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതൊരു സാധാരണ പ്രവൃത്തിയല്ല. അതൊരു അഭ്യാസമായി മാറുന്നു. അഭ്യാസമാണ് മാറ്റത്തിന്റെ യഥാർത്ഥ താക്കോൽ. ആരും ഒറ്റ ദിവസം കൊണ്ട് വിജയിക്കുന്നില്ല. എന്നാൽ എല്ലാ ദിവസവും കുറച്ചുകൂടി അവബോധമുള്ളവരാകാൻ കഴിയും. ഇവിടെ മറ്റൊരു ആഴത്തിലുള്ള കാര്യം കൂടി കടന്നുവരുന്നു. നിങ്ങൾ ശാന്തമായ അവസ്ഥയിൽ പ്രപഞ്ചത്തോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ആദ്യം നിങ്ങൾ തന്നെയാണ് അത് കേൾക്കുന്നത്. പലപ്പോഴും നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. കാരണം നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആത്മാവിന്റെ ആവശ്യമായിരുന്നില്ല എന്ന് അപ്പോൾ നിങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ടാണ് ചില ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോഴും നമ്മെ ശൂന്യരാക്കുന്നത്, ചില ആഗ്രഹങ്ങൾ അപൂർണമായി തുടരുമ്പോഴും നമുക്കൊരു ദിശ നൽകുന്നത്. ഇപ്പോൾ ഈ അനുഭവത്തെ വെള്ളത്തിൽ മാത്രം ഒതുക്കി നിർത്തരുത്. ഇതൊരു വാതിൽ മാത്രമാണ്. ഒരു ബഹളവുമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളെത്തന്നെ കണ്ടുമുട്ടാൻ കഴിയുന്ന മറ്റ് നിമിഷങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുമോ എന്നതാണ് യഥാർത്ഥ ചോദ്യം.
കാരണം തനിക്കുള്ളിൽ തന്നെ ശാന്തമായിരിക്കാൻ പഠിക്കുന്ന ഒരാൾക്ക് പുറത്തുള്ള ലോകം അത്ര ഭയപ്പെടുത്തുന്ന ഒന്നല്ല. പരാജയങ്ങൾ അവനെ തളർത്തുകയില്ല, വിജയങ്ങൾ അവനെ വഴിതെറ്റിക്കുകയുമില്ല. ഇവിടെ നിന്ന് ജീവിതം ഒരു ഓട്ടമല്ലാതായി മാറുന്നു, അതൊരു യാത്രയായിത്തീരുന്നു. ഓരോ വളവിലും എന്തെങ്കിലും പഠിപ്പിക്കാനുള്ള ഒരു യാത്ര. എന്നാൽ ഈ യാത്ര ആരംഭിക്കുന്നത് നിങ്ങളെപ്പോൾ നിൽക്കാൻ പഠിക്കുന്നുവോ അപ്പോൾ മാത്രമാണ്. ഒരുപക്ഷേ അതുകൊണ്ടായിരിക്കാം ഈ ചെറിയ അഭ്യാസം ഇത്ര ശക്തമാകുന്നത്. കാരണം അത് വീണ്ടും വീണ്ടും നിങ്ങളെ നിൽക്കാൻ പഠിപ്പിക്കുന്നു. മനുഷ്യൻ നിൽക്കുമ്പോൾ മാത്രമാണ് താൻ ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് അവന് കാണാൻ കഴിയുന്നത്. ആ ദിശ യഥാർത്ഥത്തിൽ തന്റേതു തന്നെയാണോ എന്ന് അവന് മനസ്സിലാകുന്നത്. താൻ ഏതു ദിശയിലേക്കാണ് പോകുന്നതെന്ന് മനുഷ്യന് മനസ്സിലായി തുടങ്ങുമ്പോൾ യഥാർത്ഥ ഉത്തരവാദിത്തം അവിടെ തുടങ്ങുന്നു. കാരണം പിന്നീട് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. ബോധം എന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്നാൽ അതുതന്നെ ഏറ്റവും വലിയ ഭാരമായും മാറുന്നു. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് സത്യമറിയാം. അറിഞ്ഞതിനുശേഷം അത് കണ്ടില്ലെന്ന് നടിക്കാൻ എളുപ്പമല്ല. പരമഹംസ യോഗാനന്ദന്റെ സാധനയുടെ പ്രത്യേകത ഇതായിരുന്നു. അദ്ദേഹം ആളുകളെ ഭയപ്പെടുത്തിയിരുന്നില്ല, അദ്ദേഹം അവരെ ഉണർത്തുകയായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, ബോധം ഉണരുമ്പോൾ ജീവിതം താനെ അച്ചടക്കമുള്ളതാകും. പുറമേ നിന്ന് നിയമങ്ങൾ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. ഉള്ളിൽ നിന്നു തന്നെ ഒരു മര്യാദ ജനിക്കും. ഇനി നിങ്ങളുടെ ആ ചെറിയ അഭ്യാസത്തെ വീണ്ടുമൊന്ന് ഓർത്തുനോക്കൂ. ഒരു വാക്ക്, ഒരു കവിൾ വെള്ളം, കുറച്ച് സെക്കൻഡുകൾ നീളുന്ന ശാന്തത. ഈ അഭ്യാസം നിങ്ങൾക്ക് പുതിയതൊന്നും നൽകുന്നില്ല. അത് നിങ്ങൾ പതുക്കെ പതുക്കെ നഷ്ടപ്പെടുത്തിയ കാര്യങ്ങൾ നിങ്ങൾക്ക് തിരികെ നൽകുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങളോടൊപ്പം തന്നെ ആയിരിക്കുന്നതിന്റെ അനുഭവം. ഇന്ന് ഭൂരിഭാഗം ആളുകളും ഏകാന്തത അനുഭവിക്കുന്നത് അവരുടെ ചുറ്റും ആളുകളില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് അവർ തങ്ങളോടൊപ്പം തന്നെ ഇരിക്കാൻ മറന്നുപോയതുകൊണ്ടാണ്. ഓരോ ഒഴിവു സമയത്തും മൊബൈൽ ഫോൺ, ഓരോ നിശബ്ദതയിലും ബഹളങ്ങൾ, എന്നിട്ട് മനസ്സ് എന്തുകൊണ്ട് അശാന്തമായിരിക്കുന്നു എന്ന പരാതിയും. യോഗാനന്ദൻ പറയുമായിരുന്നു, മനസ്സിനെ പുറത്ത് എത്രത്തോളം അലയാൻ വിടുന്നുവോ അത്രത്തോളം ഉള്ളിൽ വരൾച്ച കൂടും. ആ വരൾച്ച ഒരു നേട്ടങ്ങൾ കൊണ്ടും ഇല്ലാതാകില്ല. അത് നിങ്ങളുടെ സ്വന്തം സാന്നിധ്യം കൊണ്ട് മാത്രമേ ഇല്ലാതാകൂ. വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ശാന്തത, അത് നിങ്ങളുടെ സ്വന്തം സാന്നിധ്യത്തെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ജീവിതം സംഭവിക്കുന്നത് ഇപ്പോഴാണെന്നും ഭാവിയിലല്ലെന്നും അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ നിമിഷത്തെ ജീവിക്കാൻ പഠിക്കുന്നവന് ഭാവി താനെ മനോഹരമായിത്തീരും. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അഭ്യാസം ഭാഗ്യം മാറ്റാനുള്ള ഒരു മാർഗമല്ല. ഇത് പെട്ടെന്നുള്ള അത്ഭുതങ്ങളൊന്നും നിങ്ങൾക്ക് നൽകില്ല. എന്നാൽ സ്വന്തം ജീവിതത്തിലെ അത്ഭുതങ്ങളെ തിരിച്ചറിയാനുള്ള കാഴ്ചപ്പാട് ഇത് നിങ്ങൾക്ക് നൽകും. കാരണം സത്യമെന്തെന്നാൽ ജീവിതം ഓരോ ദിവസവും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇതെല്ലാം സ്വീകരിക്കാൻ കഴിയാത്ത വിധം തിരക്കിലാണ്. സ്വീകരിക്കാനുള്ള അവസ്ഥയില്ലാതിരിക്കുമ്പോൾ നൽകുന്നതിനും അർത്ഥമില്ലാതാകുന്നു. മനസ്സ് ശാന്തമാകുമ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും വലിയ സന്തോഷം നൽകുന്നത് നിങ്ങൾ ഒരുപക്ഷെ അനുഭവിച്ചിട്ടുണ്ടാകും. എന്നാൽ മനസ്സ് അശാന്തമാകുമ്പോൾ വലിയ നേട്ടങ്ങൾ പോലും മങ്ങിപ്പോകുന്നു. വ്യത്യാസം പുറത്തല്ല, ഉള്ളിലെ അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് 50 കോടി ചോദിച്ചാലും കിട്ടും എന്നതുപോലുള്ള കാര്യങ്ങൾ പ്രതീകാത്മകമാകുന്നത്. അതിന്റെ അർത്ഥം പ്രപഞ്ചം ഒരു ATM മെഷീനാണെന്നല്ല. നിങ്ങളുടെ ബോധം ശരിയായ സ്ഥലത്തായിരിക്കുമ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങളുടെ അവസരങ്ങളും ഒരേ ദിശയിലേക്ക് ഒഴുകാൻ തുടങ്ങും എന്നാണിതിനർത്ഥം. അപ്പോൾ ജീവിതം ഒരു പോരാട്ടമായി തോന്നില്ല. അപ്പോൾ അധ്വാനം ഒരു ഭാരമാകില്ല. അപ്പോൾ കാത്തിരിപ്പും വെറുതെയാണെന്ന് തോന്നില്ല. കാരണം നടക്കുന്നതെല്ലാം നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളെ വാർത്തെടുക്കാനാണെന്ന വിശ്വാസം ഉള്ളിൽ ജനിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. എല്ലാ ദിവസവും കുറച്ചു തവണ വെള്ളം കുടിക്കുമ്പോൾ പൂർണ്ണമായും ആ നിമിഷത്തിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറും? പുറമേ നിന്ന് പെട്ടെന്നൊന്നും മാറിയില്ലെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും സ്ഥിരമായി ശാന്തമാകും. ആ ശാന്തത പിന്നീട് നിങ്ങളുടെ വാക്കുകളിലും തീരുമാനങ്ങളിലും ബന്ധങ്ങളിലും പ്രതിഫലിക്കാൻ തുടങ്ങും. എന്താണെന്നറിയില്ല, നീ ഒരുപാട് മാറിയതുപോലെ തോന്നുന്നു എന്ന് ആളുകൾ പറയും. അപ്പോൾ നിങ്ങൾ പുഞ്ചിരിക്കും. കാരണം ഈ മാറ്റം ഒരു ബഹളത്തിൽ നിന്നല്ല, മറിച്ച് ഒരു ചെറിയ മൗനത്തിൽ നിന്നാണ് വന്നതെന്ന് നിങ്ങൾക്കറിയാം. ഈ മൗനമാണ് യോഗാനന്ദന്റെ പഠനങ്ങളുടെ ആത്മാവ്. പ്രകടനങ്ങളില്ല, നിർബന്ധമില്ല, ഭയമില്ല, പതുക്കെ പതുക്കെ ഉള്ളിലേക്കിറങ്ങിച്ചെല്ലുക മാത്രം. ഈ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ, നിങ്ങളുടെ ജീവിതവും കുറച്ചുകൂടി ബോധപൂർവം ജീവിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ, ഈ വീഡിയോ ഒരു ഉപദേശമായല്ല, മറിച്ച് ഒരു സുഹൃത്തിന്റെ ഓർമ്മപ്പെടുത്തലായി കാണുക. ഹൃദയത്തിൽ നിന്ന് അങ്ങനെ തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഇവിടെ വീഡിയോകൾ വന്നുകൊണ്ടേയിരിക്കും എന്നതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളിലേക്ക് തന്നെ മടങ്ങിവരാനുള്ള ഒരു ക്ഷണം നിങ്ങൾക്കിവിടെ വീണ്ടും വീണ്ടും ലഭിക്കുമെന്നതുകൊണ്ടാണ്. ഈ അനുഭവം ഒരു നിമിഷത്തേക്കെങ്കിലും നിങ്ങളെ ചിന്തിപ്പിച്ചുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ലൈക്ക് ഞങ്ങൾക്കല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഉണർന്ന ആ ചിന്തയ്ക്കുള്ളതാണ്. ഈ ശാന്തത നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആർക്കെങ്കിലും ആവശ്യമാണെന്ന് തോന്നുന്നുവെങ്കിൽ ഈ വീഡിയോ അവർക്കും ഷെയർ ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ആരുടെയും ജീവിതം മാറ്റില്ല, പകരം അവർക്ക് ശരിയായ ഒരു നിമിഷം നൽകുക മാത്രമായിരിക്കും ചെയ്യുന്നത്. ഓർക്കുക, ജീവിതം അത്ര വലുതൊന്നുമല്ല, അത് ഒരുപാട് ചിതറിക്കിടക്കുകയാണ്. ചെറിയ ചെറിയ അവബോധമുള്ള നിമിഷങ്ങളിൽ ആ ജീവിതത്തെ ഒതുക്കി നിർത്താൻ പഠിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ സമ്പന്നനാകുന്നത്.
ഇനി അടുത്ത തവണ നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ വെറുമൊരു ദാഹം മാറ്റുകയല്ല ചെയ്യുന്നത്. ഒരുപക്ഷേ നിങ്ങൾ നിങ്ങളെത്തന്നെ വീണ്ടും കണ്ടെത്തുകയായിരിക്കും.